Based on symmetry of the animal, metazoans can be divided into different categories. In this session, we are going to discuss about the classification system which is based on symmetry. So, symmetry basically means it is the arrangement of different parts of the body into geometrical designs. Balanced proportion of the body parts on either side of the median plane. മീഡിയൻ പ്ലെയിനിൻ്റെ രണ്ട് വശങ്ങളിലും ബാലൻസ്ഡ് ആയിട്ട് ബോഡി പാർട്സ് ലൊക്കേറ്റ് ചെയ്ത് നിലനിൽക്കുന്ന അവസ്ഥയാണ് സിമെട്രി എന്ന് പറയുന്നത്. എ സിമെട്രിക്കൽ ബോഡി ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 ഈക്വൽ ഹാഫ്സ്. അപ്പോൾ സിമെട്രി പ്രോപ്പറായിട്ട് ഉള്ള ഓർഗാനിസം ആണെങ്കിൽ അങ്ങനെ ഉള്ള ഓർഗാനിസത്തെ ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഏണസ്റ്റ് ഹേക്കലാണ് ഈ കൺസെപ്റ്റ് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത്. ഇപ്പോൾ സിമെട്രിയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ യു ഷുഡ് നോ സം ടേംസ് അസോസിയേറ്റഡ് വിത്ത് സിമെട്രി. അപ്പോൾ നമുക്ക് അത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഡോർസൽ സൈഡ്, വെൻട്രൽ സൈഡ്, ലാറ്ററൽ സൈഡ്, ദെൻ ആൻറ്റീരിയർ സൈഡ്, പോസ്റ്റീരിയർ സൈഡ്, ഇതൊക്കെയാണ് സിമെട്രിയുമായിട്ട് ബന്ധപ്പെട്ട മേജർ ആയിട്ടുള്ള ടേംസ്. അപ്പോൾ ഒരു ഓർഗാനിസത്തിനെ റെഫറൻസ് ആയിട്ട് വെച്ചുകൊണ്ട്, ഒരു റാറ്റിനെ റെഫറൻസ് ആയിട്ട് വെച്ചുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ ടേംസ് ഒക്കെ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഡോർസൽ സൈഡ് എന്ന് പറയുന്നത് ഒരു ഓർഗാനിസത്തിൻ്റെ അതിൻ്റെ ബാക്ക് സൈഡിനെയാണ് ഉദ്ദേശിക്കുന്നത്. വെൻട്രൽ സൈഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ട് അല്ലെങ്കിൽ ബെല്ലി സൈഡാണ്. ദെൻ ലാറ്ററൽ പ്രൊഫൈൽ എന്ന് പറയുന്നത് അതിൻ്റെ രണ്ട് വശങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഓർഗാനിസത്തിൻ്റെ ആൻറ്റീരിയർ എൻഡ് ഉണ്ട്, പോസ്റ്റീരിയർ എൻഡ് ഉണ്ട്. ആൻറ്റീരിയർ റീജിയണിലായിരിക്കും മിക്കവാറും ഹെഡ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ പോസ്റ്റീരിയർ എൻഡ് അല്ലെങ്കിൽ കോഡൽ എൻഡ് എന്ന് പറയുന്നത് ടെയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആ പർട്ടിക്കുലർ റീജിയനാണ്. ഇനി നമുക്ക് സിമെട്രിയുമായിട്ട് ബന്ധപ്പെട്ട ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലെയിൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്ലെയിൻസ് ഓഫ് സിമെട്രി. ഒരു ഓർഗാനിസത്തിനെ ഈക്വൽ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആക്സിസുകളാണ് പ്ലെയിൻസ് ഓഫ് സിമെട്രി എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് വരുന്ന പ്ലെയിൻസ് ഓഫ് സിമെട്രി ആണ് ഇവിടെ ഡയഗ്രമായിട്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. സജിറ്റൽ പ്ലെയിൻ, ദെൻ ഫ്രണ്ടൽ പ്ലെയിൻ ആൻഡ് ട്രാൻസ്വേഴ്സ് പ്ലെയിൻ. ഇപ്പോൾ സജിറ്റൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസത്തെ ആൻറ്റീരിയോ പോസ്റ്റീരിയർ ആക്സിസിൽ അതിനെ രണ്ട് ഹാഫായിട്ട് ഒരു ലൈനിലൂടെ കട്ട് ചെയ്യുവാണെങ്കിൽ രണ്ട് ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈക്വലൻ്റ് ആയിട്ടുള്ള റൈറ്റ് ലെഫ്റ്റ് ഹാഫ് ഇവിടെ കിട്ടും. ഇറ്റ് പാസസ് ത്രൂ ദ ആൻറ്റീരിയർ പോസ്റ്റീരിയർ ആക്സിസ്, ദാറ്റ് ഈസ് ത്രൂ ദ ഡോർസോ വെൻട്രൽ ആക്സിസ്. ഇനി ഫ്രണ്ടൽ പ്ലെയിൻ എന്ന് പറയുന്നത് ഈ പ്ലെയിനിലൂടെ ഓർഗാനിസത്തെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓർഗാനിസത്തിൻ്റെ ഡോർസൽ സൈഡ് വെൻട്രൽ സൈഡിൽ നിന്ന് സെപ്പറേറ്റഡ് ആകും. അപ്പോൾ ഒരു ഡോർസൽ ഹാഫും വെൻട്രൽ ഹാഫും കിട്ടും. ഇത് ആൻറ്റീരിയർ പോസ്റ്റീരിയർ ആക്സിസിലൂടെ തന്നെയാണ് ഓർഗാനിസത്തെ ഡിവൈഡ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ പ്ലെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റൈറ്റ് ആംഗിൾസ് ടു ദ സജിറ്റൽ പ്ലെയിൻ. അപ്പോൾ സജിറ്റൽ പ്ലെയിനിൻ്റെ റൈറ്റ് ആംഗിൾസ് ആയിട്ടാണ് ഫ്രണ്ടൽ പ്ലെയിന് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓർഗാനിസത്തിനെ ഡോർസൽ ഹാഫായിട്ടും വെൻട്രൽ ഹാഫായിട്ടും ഡിവൈഡ് ചെയ്യും. ഈ ട്രാൻസ്വേഴ്സ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഓർഗാനിസത്തെ ആൻറ്റീരിയോ പോസ്റ്റീരിയർ ഡിവിഷൻ, ആൻറ്റീരിയർ ഹാഫ് പോസ്റ്റീരിയർ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലെയിൻ ആണ്. അപ്പോൾ ഈ പ്ലെയിൻ്റെ പ്രത്യേകത ഇറ്റ് റൺസ് റൈറ്റ് ആംഗിൾസ് ടു ബോത്ത് സജിറ്റൽ പ്ലെയിൻ ആൻഡ് ഫ്രണ്ടൽ പ്ലെയിൻ. അപ്പോൾ സജിറ്റൽ പ്ലെയിനും ഫ്രണ്ടൽ പ്ലെയിനും റൈറ്റ് ആംഗിൾസ് ആയിട്ടാണ് ട്രാൻസ്വേഴ്സ് പ്ലെയിൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമ്മറൈസ് ചെയ്യാം. സജിറ്റൽ പ്ലെയിന് ഓർഗാനിസത്തിൻ്റെ ആൻറ്റീരിയോ പോസ്റ്റീരിയർ ആക്സിസിലൂടെ പോകുന്ന ഒരു പ്ലെയിനാണ്. ഓർഗാനിസത്തിനെ റൈറ്റ് ലെഫ്റ്റ് ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഫ്രണ്ടൽ പ്ലെയിന് ഓർഗാനിസത്തെ ഡോർസൽ വെൻട്രൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അത് സജിറ്റൽ പ്ലെയിന് റൈറ്റ് ആംഗിൾസിലായിട്ടാണ് റൺ ചെയ്യുന്നത്. പിന്നെ ട്രാൻസ്വേഴ്സ് പ്ലെയിന് ഓർഗാനിസത്തെ ആൻറ്റീരിയർ പോസ്റ്റീരിയർ റീജിയൻസ് ആയിട്ട് കട്ട് ചെയ്യും. ഈ പ്ലെയിൻ്റെ പ്രത്യേകത അത് സജിറ്റൽ പ്ലെയിനും ഫ്രണ്ടൽ പ്ലെയിനും റൈറ്റ് ആംഗിൾസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള ഒരു ഡയഗ്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഇവിടെ
ഓർഗാനിസത്തിൻ്റെ ഡിഫറെൻറ്റ് പോർഷൻസ് കാണാം. ഈ റാബിറ്റിൻ്റെ ഡോർസൽ സൈഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതിൻ്റെ ബാക്ക് പോർഷൻ. ദെൻ വെൻട്രൽ, അതിൻ്റെ ബെല്ലി റീജിയൻ ആണ് വെൻട്രൽ പ്രൊഫൈൽ എന്ന് പറയുന്നത്. പിന്നെ ഹെഡ് റീജിയൻ ആണ് ആൻറ്റീരിയർ റീജിയൻ. ദെൻ ടെയിൽ റീജിയൻ ആണ് പോസ്റ്റീരിയർ റീജിയൻ. ഇനി ഇവിടെ പ്ലെയിൻസ് ഓഫ് സിമെട്രി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫസ്റ്റ് വൺ സജിറ്റൽ പ്ലെയിൻ, ഓർഗാനിസത്തെ റൈറ്റ് ലെഫ്റ്റ് ഹാഫായിട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിലൂടെ ഡിവൈഡ് ചെയ്യുന്ന ആ പ്ലെയിൻ ആണ് സജിറ്റൽ പ്ലെയിൻ. ദെൻ ഫ്രണ്ടൽ പ്ലെയിന് ഓർഗാനിസത്തെ ഡോർസൽ വെൻട്രൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. It runs right angles to the sagittal plane. Then transverse plane, ഓർഗാനിസത്തെ anterior half posterior half ആയിട്ട് ഡിവൈഡ് ചെയ്യും. It runs right angles to both sagittal plane and frontal plane. Now let us discuss different types of symmetry. First category is spherical symmetry. ഇപ്പോൾ spherical symmetryയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് മിക്കവാറും ചില ഓർഗാനിസത്തിൽ മാത്രമേ, വളരെ കുറച്ച് കാറ്റഗറീസിലും മാത്രമേ സ്പെറിക്കൽ സിമെട്രി എക്സാക്റ്റ് ആയിട്ട് കാണത്തുള്ളൂ. അപ്പോൾ മിക്കവാറും വരുന്നത് പ്രോട്ടോസോമൻസിലാണ് വരുന്നത്. അപ്പോൾ ഈ ഓർഗാനിസത്തിൻ്റെ പ്രത്യേകത, ദീസ് ഓർഗാനിസംസ് ആർ ബോൾ ലൈക്ക് ആൻഡ് ബോഡി ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഈക്വൽ ഹാഫ്സ് ബൈ എനി പ്ലെയിൻ ദാറ്റ് പാസസ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദ ഓർഗാനിസം. ഇപ്പോൾ ഒരു ബോൾ പോലെയുള്ള ഒരു ഷേപ്പ് ആയിരിക്കും, ഒരു സ്പെറിക്കൽ ഷേപ്പ് ആയിരിക്കും ഓർഗാനിസത്തിനുള്ളത്. അപ്പോൾ സെൻട്രലിലൂടെ പാസ് ചെയ്യുന്ന ഏത് പ്ലെയിനിലൂടെയും ഓർഗാനിസത്തെ രണ്ട് ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്പെറിക്കൽ സിമെട്രിയുടെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ കാണുന്നത്. ആ സെൻട്രലിലൂടെയുള്ള ഏത് പ്ലെയിനും ഓർഗാനിസത്തെ ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇനി അടുത്താണ് റേഡിയൽ സിമെട്രി. ഇപ്പോൾ ഇത് സ്പോഞ്ചസ്, ചില സിലിൻഡ്രേറ്റ്സ്, പിന്നെ അഡൽട്ട് എക്കിനോഡേംസ് ഇതുപോലുള്ള സിമെട്രിയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ബോഡി എന്ന് പറയുന്നത് ഒരു ബോട്ടിൽ അല്ലെങ്കിൽ വീൽ ലൈക്ക് ഷേപ്പ് ആയിരിക്കും. ദ ബോഡി ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 ഈക്വൽ ഹാഫ്സ് ബൈ എനി പ്ലെയിൻ ദാറ്റ് പാസസ് ത്രൂ ദ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് ഓഫ് ദ ബോഡി. അപ്പോൾ ബോഡിയുടെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിലൂടെ ട്രാവൽ ചെയ്യുന്ന ഏത് പ്ലെയിനിലൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഓർഗാനിസത്തിനെ ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ സ്പോഞ്ചസ്, മോസ്റ്റ് സിലിൻഡ്രേറ്റ്സ് ആൻഡ് അഡൽട്ട് എക്കിനോഡേംസ്, they show this type of symmetry. അപ്പോൾ ഇവിടെ ഒരു ജെല്ലി ഫിഷിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിലൂടെ അതിനെ ഡിവൈഡ് ചെയ്യുന്ന ആ പ്ലെയിൻ ഓഫ് സിമെട്രിയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഓറൽ എൻഡും അബോറൽ എൻഡും അവയുടെ ബോഡിക്ക് കാണും. മൗത്തിൻ്റെ ലൊക്കേഷനെ ബേസ് ചെയ്തിട്ടാണ് ബോഡിയെ രണ്ട് പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. മൗത്ത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന പോർഷൻ ഓറൽ എൻഡും, മൗത്ത് ഇല്ലാത്ത പോർഷൻ, അതായത് ഐനസ് ഒക്കെ വരുന്ന പോർഷൻ അബോറൽ എൻഡും ആയിരിക്കും. ഇനി അടുത്ത കാറ്റഗറിയാണ് ബൈറേഡിയൽ സിമെട്രി. ഇപ്പോൾ ബൈറേഡിയൽ സിമെട്രി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മോഡിഫൈഡ് വേർഷൻ ഓഫ് റേഡിയൽ സിമെട്രി. ഇപ്പോൾ റേഡിയൽ സിമെട്രിയുടെ പ്രത്യേകത ഏത് പ്ലെയിനിലൂടെയും ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിലൂടെ കടന്നു പോകുന്ന ഏത് പ്ലെയിനിലൂടെയും ഓർഗാനിസത്തെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈക്വൽ ആയിട്ടുള്ള ഹാഫ്സ് കിട്ടും. പക്ഷേ ബൈറേഡിയൽ സിമെട്രി ഇതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിലൂടെ ട്രാവൽ ചെയ്യുന്ന ഒന്നോ രണ്ടോ പ്ലെയിൻസിലൂടെ മാത്രമേ ഉള്ളൂ ആനിമൽസിനെ രണ്ട് ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. 1 or 2 planes through the longitudinal axis divides the animal into 2 equal halves. അപ്പം അതിനുള്ള കാരണം എന്ന് പറയുന്നത് സിംഗിൾ ആയിട്ടും പെയർഡ് ആയിട്ടും ചില ഓർഗൻസ് ഒക്കെ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ എല്ലാ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിലൂടെ പാസ് ചെയ്യുന്ന പ്ലെയിൻസിലൂടെ ഡിവിഷൻ നടന്നു കഴിഞ്ഞാൽ ഈ ഓർഗൻസ്, പെയർഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന ഓർഗൻസ് അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്ന ഓർഗൻസ് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആകത്തില്ല. അപ്പോൾ അതിന് സ്പെസിഫിക് ആയിട്ട് ഒരു പ്ലെയിന് ഉണ്ടായിരിക്കും. പിന്നെ എക്സാമ്പിളാണ് ടീനോഫോഴ്സും അതുപോലെ തന്നെ സ്റ്റാർ ഫിഷും. ഇനി അടുത്താണ് ബൈലാറ്ററൽ സിമെട്രി. ഇപ്പോൾ ഹയർ ആയിട്ടുള്ള ഓർഗാനിസംസ് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു സിമെട്രിയാണ് ബൈലാറ്ററൽ സിമെട്രി എന്ന് പറയുന്നത്. ആനിമൽ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഈക്വൽ ഹാഫ്സ് ഓൺലി ത്രൂ ദ സജിറ്റൽ പ്ലെയിൻ. അപ്പോൾ സജിറ്റൽ പ്ലെയിനിലൂടെ മാത്രമേ ഉള്ളൂ ഓർഗാനിസത്തിനെ ഈക്വൽ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ആർത്രോപോഡ്സും പിന്നെ കോഡേറ്റ്സും ഒക്കെ ബൈലാറ്ററൽ സിമെട്രി കാണിക്കുന്ന ഓർഗാനിസംസ് ആണ്. ഇപ്പോൾ ഇവിടെ ഇൻസെക്റ്റിനെ സജിറ്റൽ പ്ലെയിനിലൂടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് സജിറ്റൽ പ്ലെയിൻ. ആ സജിറ്റൽ പ്ലെയിനിലൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ
റൈറ്റ് ലെഫ്റ്റ് ഹാഫ് ലഭിക്കും. ദെൻ സിമെട്രി ആൻഡ് ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ സിമെട്രിയെ ബേസ് ചെയ്തിട്ട് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് മെറ്റാസോവൻസിനെ 2 ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, റേഡിയേറ്റ ആൻഡ് ബൈലാറ്റേറിയ. ഇപ്പോൾ റേഡിയേറ്റ ആ പേര് പറയുന്നത് പോലെ തന്നെ റേഡിയൽ സിമെട്രി അല്ലെങ്കിൽ പ്രിമിറ്റീവ് ആയിട്ടുള്ള സിമെട്രി എക്സിബിറ്റ് ചെയ്യുന്ന ഓർഗാനിസംസ് വരുന്ന ഗ്രൂപ്പാണ്. അപ്പോൾ അവയുടെ ഓർഗനൈസേഷൻ, ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിരിക്കും. പിന്നെ അവയുടെ ഓവറോൾ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് സെസൈൽ അല്ലെങ്കിൽ ഫ്രീ ഫ്ലോട്ടിംഗ് ആയിരിക്കും. സെസൈൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ദേ ആർ അറ്റാച്ച് ടു സം സബ്സ്ട്രേറ്റം, അങ്ങനെ ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫ്രീ ഫ്ലോട്ടിംഗ് ആയിരിക്കും. സ്പെസിഫിക് ആയിട്ടുള്ള ലോക്കോമോട്ടറി സ്ട്രക്ചേഴ്സ് ഒന്നും ഉണ്ടാവത്തില്ല. ഇപ്പോൾ വാട്ടറിൻ്റെ ടർബുലൻസിലൊക്കെ ഫ്ലോ ചെയ്ത് എക്സിസ്റ്റ് ചെയ്യും. അതിനനുസരിച്ചിട്ടാണ് അവർ മൂവ് ചെയ്യുന്നത്. മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഒന്നും ഇല്ല, ആക്റ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ് ഇല്ല. ഇപ്പോൾ ഇവയുടെ സെൻസ് ഓർഗൻസിൻ്റെ പ്രത്യേകത, ബോഡി ഏകദേശം ഒരു സ്പെറിക്കൽ ഷേപ്പ് ആയതുകൊണ്ട് എല്ലാ സൈഡിൽ നിന്നും അവയ്ക്ക് സെൻസസ് റിസീവ് ചെയ്യേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് സെൻസ് ഓർഗൻസിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പെരിഫറൽ ആയിട്ടുള്ള ലൊക്കേഷൻ ആയിരിക്കും. അപ്പോൾ റേഡിയേറ്റയുടെ പ്രത്യേകത റേഡിയൽ സിമെട്രി എക്സിബിറ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകളാണ്. സിമ്പിൾ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ആയിരിക്കും അവയ്ക്കുള്ളത്. സെസൈൽ അല്ലെങ്കിൽ ഫ്രീ ഫ്ലോട്ടിംഗ് ഫോംസ് ആയിരിക്കും. സെൻസ് ഓർഗൻസിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പെരിഫറൽ ആയിട്ടുള്ള ലൊക്കേഷൻ ആയിരിക്കും, സിൻസ് ദെയർ ബോഡി ആർ ഇൻ എ സ്പെറിക്കൽ ഷേപ്പ്. ഇനി അടുത്താണ് ബൈലാറ്റേറിയ. റേഡിയേറ്റയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബൈലാറ്റേറിയയുടെ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് മച്ച് കോംപ്ലക്സ് ആയിരിക്കും. ഫ്രീ മൂവിങ് ഓർഗാനിസംസ് ആയിരിക്കും. സ്പെസിഫിക് ആയിട്ടുള്ള ലോക്കോമോട്ടറി സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത് സിഫാലിക് എൻഡിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഹെഡ് റീജിയൻ, ആൻറ്റീരിയർ റീജിയണിൽ കൂടുതൽ ഈ കോർഡിനേഷന് വേണ്ടിയിട്ടുള്ള, നെർവസ് കോർഡിനേഷന് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഓർഗനൈസ് ചെയ്തിരിക്കും. എന്നിട്ട് അതൊരു ഹെഡ് റീജിയൻ അല്ലെങ്കിൽ സിഫാലിക് റീജിയൻ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്തിരിക്കും. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ്, സിഫാലിക് എൻഡ് ഫോം ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് സിഫാലൈസേഷൻ. അപ്പോൾ സിഫാലൈസേഷൻ ബൈലാറ്റേറിയയുടെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സിമെട്രി, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.